കേന്ദ്ര സർക്കാരിനെതിരെ 10 പ്രതിപക്ഷ യൂണിയനുകളാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. ശമ്പള വർധന എന്നതിനും അപ്പുറം നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരം എന്നല്ലാതെ മറ്റെന്തു വിളിക്കും ഇതിന്? CI2, INTUC, AITUC, മസ്ദൂർ സഭ തുടങ്ങിയവയാണ് പണിമുടക്കിയത്. സംഘപരിവാർ പക്ഷത്തുള്ള BMS ഒഴികെ ബഹുഭൂരിപക്ഷം യൂണിയനുകളും ചേർന്ന് നടത്തിയ സമരമാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു തൊഴിലാളി ഐക്യം ഉണ്ടാകുന്നത് തന്നെ ഏറെ കാലത്തിന് ശേഷമാണ്. ബസ്, ടാക്സി ജീവനക്കാരുമെല്ലാം പണിമുടക്കിയതിനാലാണ് സമരം ഹർത്താലായത്. കടകളിലെ തൊഴിലാളികൾ പണിമുടക്കിയതിനാൽ കടകളും തുറന്നില്ല. കേരളത്തിലല്ലാതെ ഇത് മറ്റൊരിടത്തും നടക്കുന്നില്ലല്ലോ എന്നല്ലേ ചോദ്യം. കേരളത്തിൽ ഇങ്ങനെയൊരു തൊഴിൽ സംസ്കാരമുള്ളതിൽ അഭിമാനം കൊള്ളണം എന്നാണ് അതിനുള്ള മറുപടി. വികസിത രാജ്യങ്ങളിലെയൊക്കെ തൊഴിലാളി സംഘടനകളെ പോലെ അവകാശ ബോധമുള്ളവർ കൂടുതൽ കേരളത്തിലാണ്. അതിന്റെ പ്രതിഫലനമാണ് ഇവിടെ കണ്ടത്. അതൊട്ടും നാണക്കേടിന്റെ വിഷയമല്ല.